ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖത്തെക്കുറിച്ചാണ്. അഭിമുഖം കണ്ടവർക്കൊക്കെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇത് നാടിന്റെ വികസനം പറയാൻ വന്നതാണോ അതോ തന്റെ മരുമകൻ മുഹമ്മദ് റിയാസിനെ എങ്ങനെയെങ്കിലും ഒന്ന് വെള്ളപൂശിയെടുക്കാൻ വന്നതാണോ എന്ന്. മരുമകൻ എന്ന വിളി കേൾക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇത്രയും ദേഷ്യം വരുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. സംഭവം ഇതാണ്. മുഖ്യമന്ത്രിയാണ് സാധാരണഗതിയിൽ മന്ത്രിമാർക്ക് വകുപ്പുകൾ വിഭജിച്ച് നൽകുന്നത്. എന്നാൽ മുഹമ്മദ് റിയാസിന് പൊതുമരാമത്ത് വകുപ്പും ടൂറിസവും നൽകിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് അത് തന്റെ വ്യക്തിപരമായ താല്പര്യമല്ല, മറിച്ച് പാർട്ടിയും മറ്റും എടുത്ത തീരുമാനമാണെന്ന്. കേൾക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ? ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാം പിണറായി വിജയൻ എന്ന വാക്കിനപ്പുറം ആ പാർട്ടിയിൽ ഒരില പോലും അനങ്ങില്ലെന്ന്. എന്നിട്ടാണ് ഇപ്പോൾ ഈ നിഷ്കളങ്കമായ മറുപടി പറയുന്നത്. റിയാസ് തന്റെ മകളുടെ ഭർത്താവായതുകൊണ്ട് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശരിയാണ് സാറേ, ആരും മാറി നിൽക്കാൻ പറഞ്ഞില്ല. പക്ഷേ ഈ മുന്നണിയിൽ റിയാസിനേക്കാൾ എത്രയോ സീനിയറായ വെയിലും കൊണ്ട് ലാത്തി ചാർജ് വാങ്ങിയും പാർട്ടി വളർത്തിയ നേതാക്കൾ പുറത്തു നിൽക്കുമ്പോഴാണ് ഈ മരുമകന് ലോട്ടറി അടിച്ചത്. ഇതിനെയാണ് നമ്മൾ കുടുംബ വികസനം എന്ന് വിളിക്കുന്നത്. ഇനി വികസനത്തിന്റെ കാര്യം പറയാം. പിണറായി സാർ പറയുന്നു കേരളം ഇപ്പോൾ സ്വർഗമാണെന്ന്, ഇവിടെ ഒന്നും നടക്കില്ലെന്ന ധാരണ മാറിയെന്ന് അദ്ദേഹം തള്ളുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത്, സാറേ ഈ റോഡിലെ കുഴികളിൽ വീണ് നടുവൊടിയുന്ന പാവം ജനങ്ങളുടെ കാര്യം കൂടി ഒന്ന് ഓർക്കേണ്ടേ? മരുമകൻ ഭരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡുകളിലൂടെ ഒന്ന് യാത്ര ചെയ്താൽ തീരുന്നതേയുള്ളൂ ഈ വികസനത്തിന്റെ തള്ളൽ. റിയാസ് സാർ എവിടെ പോയാലും കൂടെ ഒരു വലിയ ക്യാമറ സംഘം ഉണ്ടാവും. കുഴി പരിശോധിക്കുന്നതും പാലത്തിന്റെ അടിയിൽ പോയി നിൽക്കുന്നതുമൊക്കെ ഒരു സിനിമാ ഷൂട്ടിംഗ് പോലെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ഫോട്ടോ എടുത്താൽ കുഴി അടയുമോ? ഇതിനെയാണ് നമ്മൾ PR വർക്ക് എന്ന് വിളിക്കുന്നത്. അടുത്ത തള്ളൽ വരുന്നത് ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്. കേരളത്തിലെ കോളേജുകൾ ഇപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിലാണത്രേ. ആ നിലവാരം സഹിക്കവയ്യാതെയാണ് നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ +2 കഴിഞ്ഞാൽ ഉടനെ വിദേശത്തേക്ക് വണ്ടി അയർന്നത്. ഇവിടെ ഡിഗ്രി പഠിക്കാൻ പോയാൽ അടിയും ഇടിയും പിന്നെ പാർട്ടിക്കാരന്റെ ശുപാർശയും വേണം. യൂണിവേഴ്സിറ്റികളിൽ സ്വന്തക്കാരെയും ബന്ധുക്കളെയും തിരികെ കയറ്റുന്ന തിരക്കിലാണ് ഭരണകൂടം. PSC റാങ്ക് ലിസ്റ്റിൽ വന്ന പാവപ്പെട്ട പിള്ളേർ തെരുവിൽ കിടക്കുമ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തെക്കുറിച്ച് പറയുന്ന മുഖ്യമന്ത്രിയെ സമ്മതിക്കണം. പണ്ട് വോട്ട് പിടിക്കാൻ ക്യാപ്റ്റൻ എന്ന് വിളിപ്പിച്ചു. ഇപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നു അതൊക്കെ അപ്പോഴത്തെ തന്ത്രമാണെന്ന്. അതായത് വോട്ട് കിട്ടാൻ വേണ്ടി ഏത് വേഷവും കെട്ടും, ജനങ്ങളെ എങ്ങനെയും പറ്റിക്കും. വോട്ട് പെട്ടിയിൽ വീണാൽ പിന്നെ ജനങ്ങൾ ആരാണ്? ഈ ന്യായീകരണങ്ങൾ കേട്ട് മടുത്തിട്ടാണ് ഇപ്പോൾ പലരും പറയുന്നത് ഇതൊന്നും അവസാനിക്കില്ലേ എന്ന്. ഇത് മാമനും മരുമകനും കൂടി നടത്തുന്ന ഒരു ഫാമിലി ബിസിനസ് പോലെയാണ്. അധികാരം ഒരാളിൽ നിന്ന് അടുത്ത കുടുംബാംഗത്തിലേക്ക് കൈമാറുന്ന ഈ ജനാധിപത്യ വിസ്മയം കാണാൻ ഭാഗ്യം ലഭിച്ച നമ്മളാണ് യഥാർത്ഥ ഭാഗ്യവാന്മാർ. അധികാരം തലയ്ക്ക് പിടിച്ചവർക്ക് ജനങ്ങളുടെ സങ്കടം മനസ്സിലാകില്ല. സത്യം നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ റോഡുകളിലുണ്ട്, നമ്മുടെ വിപണികളിലുണ്ട്. ഇനിയെങ്കിലും കണ്ണു തുറന്ന് കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഈ ന്യായീകരണങ്ങൾ ഒന്നും ഇനി അധിക കാലം ചെലവാകില്ല. കുടുംബ ഭരണം നടത്താൻ ഇത് പഴയ രാജഭരണമൊന്നുമല്ല. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്. അടുത്ത തവണ വോട്ട് ചോദിച്ചു വരുമ്പോൾ ഈ തന്ത്രങ്ങളൊന്നും നടക്കില്ല. ന്യായീകരണ തൊഴിലാളികൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് എത്ര കീർത്തനം പാടിയാലും സാധാരണക്കാരന്റെ അടുപ്പിൽ തീ പുകയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈ വികസനത്തിന് പുല്ല് വിലയാണ്. മരുമകനെ വാഴിക്കാൻ വേണ്ടി നാടിനെ കുരുതി കൊടുക്കുന്ന ഈ കളി നിർത്തിയില്ലെങ്കിൽ ജനങ്ങൾ ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി മുഖ്യമന്ത്രി വികസനത്തെ കുറിച്ച് വാതോരാതെ സംസാരിക്കുമ്പോൾ നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ പോക്കറ്റ് അടിക്കുന്ന നികുതി വർധനവ്. പെട്രോളിനും ഡീസലിനും നികുതി ഏർപ്പെടുത്തിയും വെള്ളത്തിനും കറന്റിനും ചാർജ് കൂട്ടിയും ജനങ്ങളെ പിഴുതെടുക്കുമ്പോഴാണ് മാമനും മരുമകനും വികസന നായകന്മാരായി ചമയുന്നത്. ജനങ്ങൾ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ ഭരണാധികാരികൾക്ക് പുതിയ കാറും വിദേശ യാത്രയും നീന്തൽക്കുളവും വേണം. ഇതിനെയാണോ സാറേ നിങ്ങൾ പറയുന്ന അന്താരാഷ്ട്ര നിലവാരം എന്ന് വിളിക്കേണ്ടത്? മരുമകൻ എന്ന ലേബലിൽ മുഖ്യമന്ത്രിക്ക് ഇത്ര ദേഷ്യം വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. മാസപ്പടി വിവാദങ്ങൾ അടക്കം കുടുംബത്തിന് നേരെ ഉയരുന്ന ആരോപണങ്ങൾ. എന്റെ മകൾ ഒരു ബിസിനസ് ചെയ്യുന്നു, അതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്ന മുഖ്യമന്ത്രി ആ ബിസിനസ്സിലേക്ക് എങ്ങനെയൊക്കെയാണ് പണം ഒഴുകിയതെന്ന് ജനങ്ങളോട് പറയാൻ തയ്യാറാകുന്നില്ല. അധികാരം ഉപയോഗിച്ച് കുടുംബത്തെ വളർത്തുന്നു എന്ന ആരോപണം വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടുന്നതിനു പകരം വൈകാരികമായി നേരിടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്.
ഇനി ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണുന്നത് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ജോലി കിട്ടാതെ തെരുവിൽ സമരം ചെയ്യുന്ന യുവതയെയാണ്. സ്വന്തം പാർട്ടിക്കാർക്കും ബന്ധുക്കൾക്കും പിൻവാതിൽ വഴി ജോലി കൊടുക്കാൻ കാണിക്കുന്ന ആവേശം ഈ പാവപ്പെട്ട ആൾക്കാരുടെ കാര്യത്തിൽ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? മരുമകന് വേണ്ടി വകുപ്പുകൾ മാറ്റിവെക്കുന്നത് പോലെ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ മക്കൾക്ക് വേണ്ടി ഒരു തസ്തിക പോലും നീക്കി വെക്കാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഈ ഇരട്ടച്ചങ്ക് പ്രയോഗം സത്യത്തിൽ ആർക്ക് വേണ്ടിയാണ്? വഴിയിൽ കറുത്ത തുണി കണ്ടാൽ പേടിക്കുന്ന ജനങ്ങളെ തല്ലിച്ചതയ്ക്കാൻ പോലീസിനെ കയറൂരി വിടുന്ന ഒരു ഭരണാധികാരിയാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറയുന്ന അതേ അഹങ്കാരം തന്നെയാണ് മരുമകനെ ന്യായീകരിക്കുമ്പോഴും നമ്മൾ കാണുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ എന്ന് മറന്നുപോയിരിക്കുകയാണിവർ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ PR ഏജൻസികളെ വെച്ച് കെട്ടിപ്പൊക്കിയ ആ ക്യാപ്റ്റൻ ഇമേജ് ഇപ്പോൾ വെറും ചീട്ട് കൊട്ടാരം പോലെ തകരുകയാണ്. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഓരോ കാലത്തും ഓരോ വേഷം കിട്ടും. വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ മുഖത്ത് നോക്കി പരിഹസിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നത് കേട്ടാൽ നമുക്ക് തോന്നും നമ്മൾ ഈ കഴിയുന്നത് ഏതോ സ്വിറ്റ്സർലാൻഡിലോ അമേരിക്കയിലോ ആണെന്ന്. അന്താരാഷ്ട്ര നിലവാരം, നമ്പർ 1 കേരളം, ലോകം ഉറ്റുനോക്കുന്ന മാതൃക, ഇങ്ങനെ തള്ളലുകൾക്ക് ഒരു കുറവുമില്ല. പക്ഷേ സങ്കടം അതല്ല സാറേ. ഈ പറയുന്ന വികസനം കണ്ടുപിടിക്കാൻ ഒരു ദൂരദർശിനി വെച്ച് നോക്കിയാലും കിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി പറയുന്നു കേരളം ഇപ്പോൾ വികസനത്തിന്റെ പാതയിലാണെന്ന്. ശരിയാണ് സാറേ. ആ പാതയിലൂടെ വണ്ടി ഓടിക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് വികസനം മൊത്തം പാതയിലെ കുഴികളിലാണെന്ന്. മരുമകൻ മന്ത്രി ഭരിക്കുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ ആ റോഡുകളിലൂടെ ഒന്ന് പോയി നോക്കിയാൽ മതി, ആർക്കും മനസ്സിലാകും കേരളം എത്രമാത്രം വികസിച്ചിട്ടുണ്ടെന്ന്. വികസനം കൊണ്ട് പാതകൾ നിറഞ്ഞു കവിഞ്ഞ് കുഴികളായി മാറിയതാണോ, അതോ വികസനത്തിന്റെ പണം എങ്ങോട്ടോ ഒലിച്ചു പോയതാണോ? മുഖ്യമന്ത്രി വിദേശത്ത് പോയി വികസനം പഠിച്ചു വരുമ്പോൾ മരുമകൻ ഇവിടെ വന്ന ക്യാമറയും തൂക്കി നടന്ന് ഓരോന്ന് പരിശോധിക്കും, ഫോട്ടോ എടുക്കും, ഫേസ്ബുക്കിലിടും. ന്യായീകരണ തൊഴിലാളികൾ അത് ലൈക്കും അടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വികസനം അങ്ങ് ആകാശത്തേക്ക് പോയോ? കേരളം കാണുന്നില്ലല്ലോ എന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ദേഷ്യം വരും. മറുപടി പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ കടക്ക് പുറത്ത് എന്നല്ലാതെ വേറെ എന്ത് പറയും? വികസനം എന്നത് വെറും പരസ്യത്തിലോ ഫ്ലെക്സിലോ ഒതുങ്ങേണ്ട ഒന്നല്ല സാറേ. അത് സാധാരണക്കാരന്റെ ജീവിതത്തിലാണ് കാണേണ്ടത്. നികുതി കൂട്ടി ജനങ്ങളെ കൊല്ലുന്നതാണോ വികസനം? അതോ സ്വന്തം മരുമകനെ മന്ത്രിയാക്കി കുടുംബം നന്നാക്കുന്നതാണോ വികസനം? പിണറായി പറയുന്ന ഈ വികസനം കാണാൻ നമുക്കൊക്കെ ഇനിയും 7 ജന്മം എടുക്കേണ്ടി വരുമോ എന്നാണ് ഇപ്പോൾ മലയാളികൾ ചോദിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത്രയും നേരം ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒന്ന് പകലിൽ പോലെ വ്യക്തമാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമാണ്, അല്ലാതെ ഒരു കുടുംബത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയോ ഉള്ളതല്ല. പക്ഷേ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ചോദ്യങ്ങൾ ചോദിക്കുന്നവന്റെ വായടപ്പിക്കുക, സത്യം പറയുന്ന മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തുക, എല്ലാ പരാജയങ്ങൾക്കും മുകളിൽ ഒരു ഇരട്ടച്ചങ്കൻ പരിവേഷം കെട്ടിച്ചമയ്ക്കുക. സത്യത്തിൽ ഈ ക്യാപ്റ്റൻ എന്നൊക്കെ വിളിച്ച് പടുത്തുയർത്തിയ ആ പ്രതിച്ഛായ ഉണ്ടല്ലോ, അത് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണെന്ന് മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഓരോ കാലത്തും ഓരോ വേഷം കിട്ടുന്ന ഈ അടവ് നയമുണ്ടല്ലോ, അത് ഈ നാടിനോടും ഇവിടുത്തെ വോട്ടർമാരോടുമുള്ള ഏറ്റവും വലിയ വഞ്ചന തന്നെയാണ്. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ വെറും വോട്ടിംഗ് യന്ത്രങ്ങൾ മാത്രമാണെന്ന ഈ അഹങ്കാരമാണ് ഇന്ന് ഈ ഭരണകൂടത്തെ നയിക്കുന്നത്. ന്യായീകരണ തൊഴിലാളികളുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ ഇരുന്ന സർക്കാരിന്റെ ഓരോ കൊള്ളരുതായ്മയ്ക്കും വെള്ള പൂശാൻ ഇവർ കാണിക്കുന്ന ആവേശം കണ്ടാൽ തോന്നും ഇവരൊക്കെ വേറെ ഏതോ ലോകത്താണ് ജീവിക്കുന്നതെന്ന്. ജനങ്ങൾ നികുതി ഭാരം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ, തൊഴിലില്ലാതെ യുവാക്കൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോൾ ഈ തൊഴിലാളികൾ വികസനത്തിന്റെ ഗ്രാഫും വരച്ച് ന്യായീകരിക്കാൻ വരും. ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സാമ്പത്തികമായ തകർച്ചയല്ല, മറിച്ച് ഭരണാധികാരികളുടെ ഈ ധിക്കാരപരമായ ശൈലിയാണ്. ഞാൻ ചെയ്യുന്നത് ശരി, ചോദ്യം ചെയ്യുന്നവൻ വികസന വിരോധി എന്ന ഈ ലൈൻ അങ്ങേയറ്റം അപകടകരമാണ്. അധികാരം ശാശ്വതമാണെന്ന് ആരും കരുതരുത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.